കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 18-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവന് ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഇവിടെ ദാവീദ് എന്ന ദൈവമനുഷ്യൻ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെടുന്ന സമയത്ത് ദൈവസന്നിധിയിൽ പാടുന്ന നന്ദി സൂചകമായി ദൈവത്തോട് പറയുന്ന ഒരു സ്തോത്ര പ്രാർത്ഥന അല്ലെങ്കിൽ സ്തോത്ര ഗീതമായിട്ട് ഈ 18-ാം സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്യം 18-ാം സങ്കീർത്തനം എല്ലാ വാക്യങ്ങളും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ അതിൽ ഈ നമ്മൾ വായിച്ച വാക്യം 16-ാമത്തെ വാക്യമാണ്. അവന് ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. അപ്പം പെരുവെള്ളം എന്ന് ഇവിടെ പറയുന്നൊരു ഭാഗം ഈ ലോകത്തിൽ നമുക്ക് വിരോധമായിട്ട് വരുന്ന പ്രതിസന്ധികളെ കാണിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിനെതിരെ, നമ്മുടെ ആത്മീക മുന്നേറ്റത്തിനെതിരെ, നമ്മുടെ ഭൗതിക നന്മകൾക്ക് വിരോധമായിട്ടൊക്കെ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, അല്ലേ? തിരുവചന മെശിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല, പെരുവെള്ളം നിൻ്റെ മേൽ കവിഞ്ഞ് വരികയില്ല. യേശു കർത്താവ് ഗദരദേശത്തേക്കുള്ള വഴിയാത്രയിൽ വെച്ചാണ് കടലിളകി കാറ്റ് ശക്തിയോടെ എതിരായി അടിച്ച് ആ പടക് മുങ്ങുമാറാകുന്നൊരു സാഹചര്യം വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അപ്പം ആ പടകനെ, യേശു ഉൾപ്പെടെ ഉണ്ടായിരുന്ന പടകിനെ ആ വെള്ളത്തിനകത്ത് മുക്കിക്കളയുവാൻ തക്കവണ്ണം 10 ശത്രുമണ്ഡലം മെനയുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ കവചത്തിനകത്തേക്ക് വരുന്നൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. അപ്പോൾ പെരുവെള്ളം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മെ തകർക്കുന്ന, ഇല്ലെങ്കിൽ നമ്മെ മുക്കിക്കളയാൻ ശ്രമിക്കുന്നൊരു മേഖല അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകരുത്. അപ്പം പെരുവെള്ളം എന്ന് പറയുന്നത് നമ്മളെ തകർക്കാനുള്ളതാണ്, അല്ലേ? നമ്മളെ നശിപ്പിക്കാനുള്ളതാണ്. ചെങ്കടൽ പുലർന്നാണ് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയത്. ഒരു ഭാഗത്ത് വെള്ളം ചിറ പോലെ നിൽക്കുമ്പോഴും ഏത് സമയവും ഒഴുകി വരാം, ഏത് സമയവും ഇത് സ്തോത്രം നമുക്കെതിരെ ആക്രമണത്തെ അഴിച്ചുവിടാൻ സാധ്യതകളുണ്ടെന്നുള്ള നിലവാരത്തിൽ നിൽക്കുന്ന ഒരു തലമുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ പെരുവെള്ളത്തിനകത്തുകൂടെ സ്തോത്രം കടത്തിവിടാതെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്നൊരു കാഴ്ച നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പെരുവെള്ളം നിൻ്റെ മീതെ കവിഞ്ഞു വരാതെ വണ്ണം പെരുവെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഉയരത്തിൽ നിന്ന് കരം നീട്ടി നമ്മെ പിടിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് വിശ്വസിക്കുക. ഉയരത്തിൽ നിന്ന് കരം നീട്ടി നമ്മെ പിടിക്കുന്ന നാളുകളുണ്ട്. ഈ ദിവസങ്ങൾ കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.